വൈസ് ചാൻസലറുമായുള്ള പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവധിയിലേക്ക്. വി.സിക്ക് അനിൽകുമാർ അവധി അപേക്ഷ നൽകി. എന്നാൽ സസ്പെൻഷനിലുള്ള ആൾക്ക് എന്ത് അവധി എന്ന് ചോദിച്ച വി.സി അപേക്ഷ തള്ളി. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ ഗെയിം ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം കെ.എസ്. അനിൽകുമാർ അവധി അപേക്ഷ നൽകിയ വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയാണ് വി.സി ചെയ്തത് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും വി.സി പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ആ സിൻഡിക്കേറ്റ് യോഗം വി.സിയുടെ അസാന്നിധ്യത്തിലാണ് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതും അത് ഉത്തരവായി അന്ന് വൈകിട്ട് 4:30 മണിക്ക് തന്നെ കെ.എസ്. അനിൽകുമാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനകത്ത് വി.സിയുടെ അസാന്നിധ്യത്തിൽ നടന്ന ഒരു യോഗമായതിനാൽ, സിൻഡിക്കേറ്റ് യോഗമായതിനാൽ സസ്പെൻഷൻ നടപടികൾ അതുപോലെ നിലനിൽക്കും എന്ന തരത്തിലുള്ള ഒരു നിയമോപദേശം രാജ്ഭവന് കിട്ടി, ഗവർണർക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് കെ.എസ്. അനിൽകുമാർ ഇപ്പോഴും പുറത്താണ് എന്നുള്ളത്. അത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം അവർ അംഗീകരിക്കാനും തയ്യാറുമല്ല. അതേസമയം സിൻഡിക്കേറ്റ് ആകട്ടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ അത് ശരിയായ തീരുമാനമാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല, രജിസ്ട്രാറായി തുടരാൻ കഴിയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇടായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ കെ.എസ്. അനിൽകുമാർ വി.സിക്ക് ഒരു കത്തായിട്ട് അവധി അപേക്ഷ നൽകിയത്. ജൂലൈ 9 മുതൽ അനിശ്ചിതകാലത്തേക്കാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ ആ അപേക്ഷ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ സ്വീകരിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് സസ്പെൻഷനിലുള്ള ആളിന് എന്തിനാണ് ഒരു അവധി എന്ന് കാണിച്ചുകൊണ്ട് ആ അപേക്ഷ തള്ളുകയായിരുന്നു. മാത്രമല്ല ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ചില നാടകീയമായ രംഗങ്ങൾ അവിടെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ രജിസ്ട്രാർ ജോലിയിൽ ഹാജരായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായ 2 ദിവസവും അദ്ദേഹം അവിടെ രജിസ്ട്രാറുടെ ഓഫീസിൽ എത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ചുമതലയുണ്ടായിരുന്ന വി.സിയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സീസ തോമസ് പറഞ്ഞ ഒരു കാര്യം, യാതൊരു കാരണവശാലും രജിസ്ട്രാർക്ക് ഒരു ഫയലുകളും കൊടുക്കേണ്ട കാര്യമില്ല. ജോയിൻറ്റ് രജിസ്ട്രാറുകൾ ഫയൽ നേരിട്ട് നോക്കിയതിന് ശേഷം വി.സിക്ക് സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇടപെടുത്താതെയാണ് കഴിഞ്ഞ 2 ദിവസവും മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ വി.സി ചുമതലപ്പെടുത്തിയ താൽക്കാലിക രജിസ്ട്രാർ മിനിക്കാപ്പനാകട്ടെ ജോലിക്ക് ഹാജരായെങ്കിൽ പോലും രജിസ്ട്രാറിൻ്റെ മുറിയിലേക്ക് എത്തിയില്ല. അവർ അവരുടെ സ്ഥിരം ഇരിപ്പിടത്തിൽ തുടരുകയും ചെയ്തു. അങ്ങനെ ഒരു ഭരണ അസ്ഥിരത നിലനിന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ ഒരു അവധി അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ അവധി അപേക്ഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ വൈസ് ചാൻസലർ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിലാണ്. കാരണം സസ്പെൻഷൻ നടപടികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വാദഗതി തന്നെയാണ് ഈ വൈസ് ചാൻസലർ ഉയർത്തി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച ഒരു വലിയ തീരുമാനത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു നിയമപരമായ ഒരു കാര്യം, ഒരിക്കൽ പോലും ഈ ഞായറാഴ്ച യോഗം ചേർന്ന സിൻഡിക്കേറ്റിനെ അസ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ ഗവർണർക്ക് ചാൻസലർ എന്ന നിലയ്ക്ക് ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയാണ്. പക്ഷേ വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ ഈ സിൻഡിക്കേറ്റിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് നിർത്താൻ കഴിയും. പക്ഷേ അതും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ വഴിവെക്കും എന്നുള്ളത് ഗവർണർക്കും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായതുകൊണ്ട് ഒരുപക്ഷേ ഗവർണർ കടക്കുക ഈ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം, ആ യോഗത്തിൽ വി.സിയുടെ അനുസരിച്ചെടുത്ത തീരുമാനം അതിന് നിയമസാധുതയില്ല. അതുകൊണ്ട് ആ തീരുമാനം തള്ളും. ആ തീരുമാനം തള്ളുകയാണെങ്കിൽ കെ.എസ്. അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി സാധൂകരിക്കപ്പെടുകയും ചെയ്യും, അദ്ദേഹം സസ്പെൻഷനിലാവുകയും ചെയ്യും. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ രാജ്ഭവനും ഗവർണറും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. MS. ശരി, വൈസ് ചാൻസലറുമായുള്ള പോര് തുടരുന്നതിനിടെ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അവധിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് വൈസ് ചാൻസലർ പ്രത്യേക രീതിയിൽ തടഞ്ഞിരിക്കുകയാണ്. സസ്പെൻഷനിലുള്ള ആൾക്ക് എന്ത് അവധി എന്ന് ചോദിച്ചുകൊണ്ടാണ് വി.സി ആ അപേക്ഷ തള്ളിയിരിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.